അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ കണ്ടെത്താൻ വനത്തിനുള്ളിൽ വീണ്ടും ഡ്രോൺ നിരീക്ഷണം നടത്തുകയാണ്. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് വിവരം ലഭിച്ച മുന്നിത്തടത്ത് ആനയെ കണ്ടെത്താനായില്ല. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉൾവനത്തിൽ തുടരുന്നുണ്ട്. റിസർവിനകത്ത് കയറി ആനയെ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡ്രോൺ കൊണ്ടുവന്ന് നോക്കി, പക്ഷേ ഡ്രോണിനകത്തും നമുക്ക് ഈ ആനയെന്ന് പറയപ്പെടുന്ന ഒരു ആനയെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തത് നമ്മൾ നമ്മുടെ സ്റ്റാഫ് പല സംഘങ്ങളായിട്ട് ഫീൽഡിലുണ്ട്. കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു നിബിഡമായിട്ടുള്ള വനമായതുകൊണ്ട് ആനയെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആന തിരിഞ്ഞു വന്നാൽ പോലും ആൾക്കാർക്കും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വിട്ടിട്ട് അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ നല്ല സ്പീഡിൽ അത് കയറി പോയത്, അതുകൊണ്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഏകദേശം കംഫർട്ടബിൾ ആയിട്ട് അതിനെ ഡാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയാലേ ഡോക്ടർ അത് ചെയ്യുള്ളൂ. കാട്ടിനകത്ത് വെച്ച് ചെയ്താലും ആന അങ്ങോട്ട് ഓടി പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒരു നല്ല അതിന് പറ്റിയൊരു സ്ഥലം ഡോക്ടർ ആ സ്ഥലം എത്തുമ്പോൾ മാത്രമേ അദ്ദേഹം ചെയ്യൂ. വിശദാംശങ്ങളുമായി ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, ഉൾവനത്തിലുള്ള ദൗത്യ സംഘത്തിന്റെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ദൗത്യസംഘം ഇപ്പോഴും 3 പ്രദേശങ്ങളിലായി ആനയെ തിരയുകയാണ്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആനയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പല കൊമ്പന്മാർ അവരുടെ ദൗത്യസംഘത്തിന് മുന്നിൽ വന്നുവെങ്കിലും ഈ ആനയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെയാണ് ഉൾവനത്തിലേക്ക് പോയത്. ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഉച്ചയായിട്ടും ഇപ്പോഴും ദൗത്യം പുരോഗമിക്കുകയാണ്. അതായത് ആനയെ കണ്ടെത്താനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആനയെ കണ്ടെത്തിയാൽ മാത്രം പോരാ, ഇനി അതിനെ അനുയോജ്യമായ സ്ഥലത്തേക്ക് ഇനി ഉച്ചകഴിഞ്ഞ് കണ്ടെത്തിയാൽ തന്നെ എത്തിക്കണം. ഈ പ്ലാന്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തിക്കണം. അതിനുശേഷമേ മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ. ഈ ഘട്ടത്തിലും ദൗത്യം ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത് അനുസരിച്ച് മുന്നോട്ട് ആ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇനി ഉച്ച കഴിഞ്ഞ് ആനയെ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഇന്ന് ദൗത്യം വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള ആശങ്കകളുണ്ട്. അങ്ങനെ ദൗത്യം ഒരു പ്രശ്നത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. ആനയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. ഉൾവനത്തിലേക്ക് ഇന്നലെ ആന കയറിപ്പോയി. അതിനുശേഷം ആനയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ആനയെ കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ രാത്രി പലരും ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പല വാച്ചർമാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തി. പക്ഷേ അവിടെയും ആനയില്ല. നിലവിൽ ഇപ്പോൾ ആന എവിടെയാണ്, വനത്തിന് ഉൾവനത്തിലാണ് എന്നറിയാം. അതിനപ്പുറത്തേക്ക് ഉൾവനത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ച് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ പ്ലാന്റേഷനുള്ളിലേക്ക് എത്തിച്ച് മാത്രമേ ഇനി മയക്കുവെടി വയ്ക്കുക സാധ്യമാവുകയുള്ളൂ. ആനയെ അന്വേഷിച്ച ദൗത്യ സംഘം ഇപ്പോഴും വനത്തിനുള്ളിൽ തന്നെ തുടരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് VS ഗോകുലാണ്. മലപ്പുറം ഊർങ്ങാട്ടിരി കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വയ്ക്കും.